സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് ഗോകുൽ കൃഷി സാറിനെ അപ്പ കല്യാണം കഴിക്കണമെന്നും അപ്പയ്ക്കും അപ്പയുടെ സ്റ്റാറ്റസിനും നല്ലത് കൃഷി സാറാണെന്നും അപ്പയുടെ ഡിസൈൻ രംഗത്തെ ഉയർച്ചയ്ക്ക് കൃഷി സാർ ഒരു പിന്തുണ ആയിരുന്നുവെന്നൊക്കെ പറയുന്ന സമയം കൺമണിക്കും സ്നേഹം വരുന്നുണ്ട് കേട്ടോ കൃഷ്ണനോട്. പിന്നീട് മഹേഷ് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണകൃപയിൽ എത്താണ്. കൃപയെ കാണാൻ കൂടിയാണ് കേട്ടോ മഹി വരുന്നത്. മഹി കൃപയെ കണ്ടതിന് ശേഷം ഡോക്ടർ എന്താ പറഞ്ഞെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം കൃഷ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കൃപയ്ക്ക് നേരെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ ആക്രമണ ശ്രമവും കൺമണി രക്ഷിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം ബലരാമനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. കൃപയുടെ ഏട്ടനായി നടിച്ചുകൊണ്ട് അയാൾ ഓരോന്നൊക്കെ ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. അച്ഛനും അമ്മയും അയാളെ മൂത്ത മകനായി കാണുന്നതെന്നും പറയുന്നുണ്ട്. ഇതേ സമയം കൺമണിയാണ് കൃപയെ രക്ഷിച്ചതെന്നും അവൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. പെട്ടെന്ന് ഒരു നിരാശയുടെ മുഖഭാവത്തോടെയാണ് കേട്ടോ കൃഷ് ഇത് പറയുന്നത്. മഹി ശ്രദ്ധിച്ച് നീ എന്നോട് സത്യം പറ, നിനക്ക് കൺമണിയെ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മഹി പോയി കഴിഞ്ഞതിന് ശേഷം കൃഷ് കൺമണിയെ വിളിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കൃഷ്ണനോട് സംസാരിക്കുന്നുണ്ട്. കൃഷ് തൻ്റെ ഭർത്താവായി വന്നെങ്കിലെന്ന് കൺമണിയും ആഗ്രഹിച്ചു പോവാണ് കേട്ടോ. കൃഷാണെങ്കിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചതിന് ശേഷം കൺമണി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കൺമണി ആകെ വല്ലാതാവുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കൃപയെ ചെക്കപ്പിനെ കൊണ്ടുപോവുകയാണ്. ഇതേ സമയം ബലരാമനും ബാലുവിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ. റിപ്പോർട്ട് വാങ്ങി ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തു കടന്നു പോകുമ്പോൾ ബലരാമൻ കൃഷ്ണനെ വിളിക്കുകയാണ്. മുൻപ് കൃഷ്ണനെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബലരാമൻ ആളറിയാതെ ഈ സമയം താൻ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്താനായിരിക്കണം ബലരാമൻ വിളിക്കുന്നത്. പിന്നീട് വരുണിനെ കാണാൻ വേണ്ടി കൺമണിയും ഗോകുലും ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ. വരുണിനെ കണ്ട് കൺമണിയും ഗോകുലും റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൃഷ് കാണുകയാണ്. കൺമണി എന്താ ഇവിടെ, ഗോകുലും ഉണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ കൃഷ്. വരുണിനെ ആരോ തല്ലി കാലും കയ്യും ഒക്കെ വെട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വരുണിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കൺമണിയെയും ഗോകുലിനെയും വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ കൃഷ്. കാറിൽ വെച്ച് വരുൺ ചേട്ടൻ്റെ കാലും കൈയും തല്ലി ഒടിച്ചത് അപ്പയാണെന്ന് ഗോകുൽ പറയുന്നുണ്ട് കൃഷിനോട്. ഇത് കേട്ട് അമ്പരക്കുന്ന കൃഷ് കൺമണിയെ നോക്കുകയാണ് കേട്ടോ. കൺമണിയും ഇത് കേട്ട് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.